ശബരിമല സന്നിധാനത്തെ വനമേഖലകളിൽ കനത്ത മഴ. ശബരിമല സ്വാമി അയ്യപ്പൻ റോഡിലും വൻ നാശനഷ്ടം. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണു, മരങ്ങളും ചില്ലകളും ഒടിഞ്ഞു വീണു. വിവരം നൽകാൻ സുധീഷ് ഗോപാൽ ചിരികാണ്. സുധീഷ്, പ്രത്യേകിച്ച് ഈ വനമേഖലകളിൽ ഇപ്പോഴും കനത്ത മഴ പെയ്യുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഒപ്പം ഈ സ്വാമി അയ്യപ്പൻ റോഡിലെയടക്കം ഒരു സാഹചര്യം, അവസ്ഥ എന്താണിപ്പോൾ? ഇന്നലെ രാത്രിയിലാണ് സ്വാമി അയ്യപ്പൻ റോഡിൽ മരം കടപുഴകി വീണ് ഇത്തരത്തിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുകയും ചെയ്തത്. ഈ സമയത്ത് എന്തു തന്നെയായാലും ഇന്നലെ രാത്രി 8 മുതൽ നിലയ്ക്കൽ നിന്ന് പോലും അയ്യപ്പ ഭക്തരെ പമ്പയിലേക്കും അതോടൊപ്പം തന്നെ സന്നിധാനത്തേക്കും കടത്തിവിടുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാവാതെ ഇത് ഒഴിഞ്ഞു മാറി എന്നതാണ് ഏറെ ആശ്വാസകരം. ഇന്ന് പുലർച്ചെയോടെ തന്നെ ഈ മരങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കാൻ ഇനിയും സമയമെടുക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മഴ കഴിഞ്ഞ 1 മണിക്കൂറായി സന്നിധാനത്തും മലയോര മേഖലയിലും ഒഴിഞ്ഞു നിൽക്കുന്നു. ചെറിയ രീതിയിൽ വെയിൽ വന്നു തുടങ്ങി എന്നതും ആശ്വാസകരമാണ്. പമ്പയിൽ നിന്ന് സന്നിധാനം വരെയും ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് വളരെ ആശ്വാസകരമാണ്. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ശക്തമായ മഴയായിരുന്നു പമ്പയിലും സന്നിധാനത്തും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ മരം കടപുഴകി വീഴാൻ ഇടയാക്കിയത്. ആ മരങ്ങളെല്ലാം തന്നെയും പുലർച്ചയോടെ തന്നെ വെട്ടിമാറ്റി ആ ഗതാഗതം പുനഃസ്ഥാപിച്ച് അയ്യപ്പ ഭക്തർക്ക് കടന്നു വരുന്നതിനുള്ള മാർഗതടസ്സം ഒഴിവാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഭക്തരെ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും കടത്തിവിടുന്നത്. ഇപ്പോൾ ഭക്തർ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോടെയാണ് നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിട്ടു തുടങ്ങിയത്. ആ ഭക്തരൊക്കെയും പമ്പയിലെത്തി പമ്പയിൽ നിന്നും ഇപ്പോൾ സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ആ ഗതാഗത തടസ്സം ഈ സ്വാമി അയ്യപ്പൻ റോഡിൽ ഇത് നീക്കം ചെയ്തതിന് ശേഷമാണ് ഭക്തരെ കടത്തിവിട്ടു തുടങ്ങിയത്. ഇപ്പോൾ എന്തായാലും മഴയും ഒഴിഞ്ഞു നിൽക്കുന്നത് ആശ്വാസകരമാണ്. ഇതേ സാഹചര്യത്തിൽ പമ്പയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അത് എന്നാൽ വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതാണ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഴിയാർ ഡാം തുറന്നാലും അത് പമ്പയ ഭാഗത്തേക്ക് ബാധിക്കില്ല എന്നതാണ് ആശ്വാസകരം. കക്കി ഡാം അടക്കം തുറക്കുന്നതാണ് പിന്നീട് എന്തെങ്കിലും ആശങ്കയ്ക്ക്, എന്നാൽ അതും ഒരു വലിയ അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഭക്തർ വീണ്ടും സന്നിധാനത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കാര്യമായ തിരക്ക് സന്നിധാനത്തില്ല. മലയോര മേഖലയിലും ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. KP